ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 86 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 86 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ചോദിച്ച പ്രധാനപ്പെട്ട സുപ്രധാന ആനുകാലിക ചോദ്യങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. 2024 ചോദിച്ച സുപ്രധാന ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം PSCയുടെ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് മേഖലയിലെ ചോദ്യങ്ങൾക്ക് പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. കാരണം ഒരല്പം ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ PSC ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും PSC ചോദിക്കും. സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ്? ഉത്തരം DRDO. പഠിച്ചോളനെ, 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ചോദിച്ചാൽ അത് DRDO. P. വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? ഉത്തരം നെല്ല്. P. വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെല്ലാണ്. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525 രൂപയുടെ നാണയം. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം എന്ന് ചോദിച്ചാൽ അത് 525 രൂപയുടെ നാണയമാണ്. 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസനാണ്. പഠിക്കുക, 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വീരമണിദാസനാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ കണ്ണൂർ ജില്ല. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ കണ്ണൂർ ജില്ല. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ല. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ല. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഗ്പൂരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം DRDO. P. വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്ന് ചോദിച്ചാൽ നെല്ല്. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ചോദിച്ചാൽ 525 രൂപയുടെ നാണയം. 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസൻ. 62ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂർ ജില്ല. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ഏതാ? കൊല്ലം ജില്ല. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ചോദിച്ചാൽ നാഗ്പൂരാണ്. പഠിക്കുക. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് MT വാസുദേവൻ നായർ. MK സാനു പുരസ്കാരം 2024 അർഹനായതാരാണ്? MT വാസുദേവൻ നായരാണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യയാണ്. പഠിച്ചോളനെ, യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യയാണ്. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാലയാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല എന്ന് ചോദിച്ചാൽ അത് ഡീക്കിൻ സർവകലാശാലയാണ്. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാകുളം, തിരുവനന്തപുരം ജില്ലയാണ്. അതുകൂടെ ഓർത്തോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആഴാക്കുളം, തിരുവനന്തപുരം ജില്ല. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്തനായ കവി കുമാരനാശാൻ. പഠിച്ചോളനെ, 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്തനായ കവി ആരാണ്? കുമാരനാശാനാണ്. ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പഠിക്കുക. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ അറിയപ്പെടുന്ന പേരെന്താ? ഓപ്പറേഷൻ സർവശക്തി എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്നത് പെഞ്ച് ടൈഗർ റിസർവ്, നാഗ്പൂര്. പഠിച്ചോളനെ, ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പെഞ്ച് ടൈഗർ റിസർവ്, നാഗ്പൂരാണ്. നാഗ്പൂർ എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മുടെ മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. അതുകൂടെ ഒന്ന് ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. MK സാനു പുരസ്കാരം 2024 അർഹനായതാരാണ്? MT വാസുദേവൻ നായരാണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യ. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാല. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ്
റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാക്കുളം, തിരുവനന്തപുരം ജില്ല. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്തനായ കവിയാരാണ് കുമാരനാശാനാണ്. ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. സർവശക്തിയുമെടുത്ത് ഭീകരവാദത്തിനെ അടിച്ചമർത്തുമെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ്, നാഗ്പൂരാണ്, മഹാരാഷ്ട്ര സംസ്ഥാനം. പഠിക്കുക. 2023 BCCI ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. 2023 BCCI ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. 2024 ജനുവരിയിൽ സഡക് സുരക്ഷാ സേന രൂപീകരിച്ച സംസ്ഥാനം പഞ്ചാബ്. പഠിച്ചോളനെ. 2024 ജനുവരിയിൽ സഡക് സുരക്ഷാ സേന രൂപീകരിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് പഞ്ചാബാണ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് ഉജ്ജയിനിയിലാണ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉജ്ജയിലാണ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭന. പഠിച്ചോളനെ. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? ആശാ ശോഭനയാണ്. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോടാണ്. തിരുവനന്തപുരം ജില്ല. ഓർത്തോളനെ. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോട്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. പഠിച്ചോളനെ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ചോദിച്ചാൽ അത് തളിപ്പറമ്പ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമി. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ആരാണ്? ഇന്ത്യൻ ആർമിയാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഷിൻ ഇ ഷി ആണ്. പഠിച്ചോളനെ. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്നത് ഷീൻ ഇ ഷി എന്ന് പറയുന്ന സ്നോ ലെപ്പേർഡ് ആണ് കേട്ടോ. അതോടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2023 BCCI ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. 2024 ജനുവരിയിൽ സഡക് സുരക്ഷാ സേന രൂപീകരിച്ച സംസ്ഥാനം പഞ്ചാബ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിക്കുന്നത് ഉജ്ജയിനില്. ഇന്ത്യയിൽ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭന. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോട്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമിയാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്നത് ഷീൻ ഇ ഷി എന്നറിയപ്പെടുന്ന സ്നോ ലെപ്പേർഡ് ആണ്. ഇത് എവിടെ വെച്ചാ നടന്നതെന്ന് ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിൽ വെച്ചിട്ടാണ് കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. പഠിച്ചോളണേ. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂരു. ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. 2ാം സ്ഥാനം ആരാ? റഷ്യയാണ്. 3ാം സ്ഥാനം ചൈനയാണ്. 4ാം സ്ഥാനം ആരാണ്? അത് ഇന്ത്യക്കാണ്. അപ്പോൾ ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് 2024 പ്രകാരം ശക്തമായ സൈന്യമുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ അമേരിക്ക. 2ാം സ്ഥാനം ആർക്കാ? റഷ്യക്ക്. 3ാം സ്ഥാനം ചൈനയ്ക്ക്. 4ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം എന്നറിയപ്പെടുന്നത് ഒഡീസിയസ് ആണ്. പഠിച്ചോളനെ. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഒഡീസിയസ് ആണ്. അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൽ ചേരുന്ന 119ാമത് രാജ്യം മാൾട്ടയാണ്. ഇമ്പോർട്ടന്റ് ആണ്. അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൽ ചേരുന്ന 119ാമത്തെ രാജ്യം ഏതാണ്? അത് മാൾട്ടയാണ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് അബുദാബി. പഠിച്ചോളനെ. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? അബുദാബിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. പഠിച്ചോളനെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജില്ലാതലത്തിൽ തന്നെ ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂര്.
ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 4-ാം സ്ഥാനം, 2-ാം സ്ഥാനം റഷ്യ, 3-ാം സ്ഥാനം ചൈന. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യം ചേരുന്ന 119ാമത്തെ രാജ്യം മാൾട്ടയാണ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് അബുദാബി. ഇന്ത്യയിലെ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളമാണ്. പഠിക്കുക. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷ സംസ്ഥാനത്തില്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ മുംബൈ ആയിരുന്നു കേട്ടോ, ഓർത്തു വെച്ചോളണേ. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിൽ വെച്ചായിരുന്നു. 71ാമത് മിസ് വേൾഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചേക്കുക, ക്രിസ്റ്റിയ സൈക്കോവയാണ്. പഠിച്ചു വെച്ചോളണേ. 71ാമത് മിസ് വേൾഡ് ആയത് ആരാണ്? ക്രിസ്റ്റീന സൈക്കോവയാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ചിത്ര വിശ്വേശ്വരനാണ്. പഠിക്കുക. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ആരാണ്? ചിത്ര വിശ്വേശ്വരനാണ്. അടുത്തിടെ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമർ ആണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഉത്തരാഖണ്ഡ് സംസ്ഥാന നിയമസഭ. പഠിച്ചോളണേ, ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് നിയമസഭയാണ്. അപൂർവ രോഗപരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചോളുക. അപൂർവ രോഗപരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് ഒഡീഷ. 71ാമത് മിസ് വേൾഡിന് മത്സരത്തിന് വേദിയായത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ മുംബൈയാണ്. 71ാമത് മിസ് വേൾഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്റ്റീന സൈക്കോവയാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ആരാണ്? ചിത്ര വിശ്വേശ്വരനാണ്. അടുത്തിടെ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് നിയമസഭയാണ്. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. പഠിക്കുക. ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ് ആണ്. കാലപാശം എന്ന കൃതി രചിച്ചത് പ്രഭാവർമ്മ. ഈ കൃതി അങ്ങ് പഠിച്ചു വെച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. കാലപാശം എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രഭാവർമ്മയാണ്. 2024 ഇന്ത്യൻ എനർജി വീക്കിന് വേദിയാകുന്നത് ഗോവയാണ്. 2024 ഇന്ത്യ എനർജി വീക്കിന് വേദിയാകുന്ന നഗരം ഏതാണ്? ഗോവയാണ്. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹഹസ്തം പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം എത്രയെന്ന് ചോദിച്ചാൽ 346 രൂപയാണ്. പഠിച്ചോളണേ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം എത്രയെന്ന് ചോദിച്ചാൽ അത് 346 രൂപയാണ്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. നമ്മുടെ രാജസ്ഥാനിൽ വെള്ളം വളരെ കുറവല്ലേ, അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2024 വനിതാ ഏഷ്യ കപ്പിന്റെ വേദി ശ്രീലങ്കയായിരുന്നു. 2024 വനിതാ ഏഷ്യ കപ്പിന്റെ വേദി ഏതാണ്? അത് ശ്രീലങ്കയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ്. കാലപാശം എന്ന കൃതി രചിച്ചത് പ്രഭാവർമ്മയാണ്. 2024 ഇന്ത്യ എനർജി വീക്കിന് വേദിയാകുന്നത് ഗോവയാണ്. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം എത്രയാണ്?
346 രൂപയാണ്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2024 വനിതാ ഏഷ്യ കപ്പിന്റെ വേദി ഏതാണ്? ശ്രീലങ്കയാണ്. പഠിക്കുക. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് LIC ആണ്. പഠിച്ചോളനെ. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് LIC ആണ്. 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ്. 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരമാരാണ്? സുനിൽ ഛേത്രിയാണ്. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. പഠിച്ചോളനെ. 2024 G7 ഉച്ചകോടിയുടെ വേദി ഏതാ? ഇറ്റലിയാണ്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീൽഡ് സീരീസ് 2024 വനിതാ വിഭാഗ സിംഗിൾസിൽ കിരീടം നേടിയത് ശ്രീജ അകുല. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീൽഡ് സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയതാരാ? ശ്രീജ അകുലയാണ്. 2023-2024 വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ഒഡീഷ FC ആണ്. 2023-24 വർഷത്തെ ഇന്ത്യൻ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ അത് ഒഡീഷ FC ആണ്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. പഠിച്ചോളനെ. അല്ലെങ്കിൽ COP30 നമ്മൾ പറയും കേട്ടോ അവനെ. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി അഥവാ COP30 വേദി ചോദിച്ചാൽ അത് ബ്രസീലാണ്. അടുത്തിടെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ചോദിച്ചാൽ ജയന്ത് മൂർത്തിയുടെ. അടുത്തിടെ ചിഹ്നഗ്രഹമായ 2005 X-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ചോദിച്ചാൽ ജയന്ത് മൂർത്തിയുടെ. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് എന്നറിയപ്പെടുന്നത് LIC ആണ്. 180 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ്. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീൽഡ് സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയത് ശ്രീജ അകുലയാണ്. 2023-2024 വർഷത്തെ ഇന്ത്യൻ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഒഡീഷ FC ആണ്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ അഥവാ COP30 വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. അടുത്തിടെ ചിഹ്നഗ്രഹമായ 2005 X-296 ഏത് ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയതെന്ന് ചോദിച്ചാൽ ജയന്ത് മൂർത്തിയുടേതാണ്. പഠിക്കുക. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. പഠിച്ചോളനെ. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ നിന്നും അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തന പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മത്സരം മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ റഷ്യയും ബെലാറസും. പഠിച്ചോളണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ചില് പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാ? റഷ്യയും ബെലാറസുമാണ്. 2024 IQ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. 2024 IQ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈയാണ്. 2023-2024 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാ? മുംബൈയാണ്. പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ അത് 15400 ആണ് കേട്ടോ. പഠിച്ചോളനെ. പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ 15400 എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിൽ നിന്ന് അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി.
2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് ലഭിച്ച രാജ്യങ്ങളാണ് റഷ്യയും ബെലാറസും. 2024 IQ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യമെന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കളാരാ? മുംബൈയാണ്. പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 154-00 എന്നാണ് പഠിക്കുക. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡ്. പഠിച്ചോളനെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. യൂറോപ്പ ക്ലിപ്പർ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് നാസയാണ്. പഠിച്ചോളനെ. യൂറോപ്പ ക്ലിപ്പർ എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ആരാ? നാസയാണ്. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റിന്റെ പേര് ആസിഫ് അലി സർദാരിയാണ്. പഠിച്ചോളുക. പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ പ്രസിഡന്റിന്റെ പേരെന്താണ്? ആസിഫ് അലി സർദാരി എന്നാണ്. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പഠിച്ചോണേ. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ഷെഹ്ബാസ് ഷെരീഫ് എന്നാണ്. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി സുധാ മൂർത്തി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ്? സുധാ മൂർത്തി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈ ലൈൻ റോഡ് ടണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെല ടണൽ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈ ലൈൻ റോഡ് ടണൽ എന്ന് ചോദിച്ചാൽ അത് സെല ടണലാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശ് സംസ്ഥാനത്താണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡ്. യൂറോപ്പ ക്ലിപ്പർ എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് നാസയാണ്. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റിന്റെ പേര് ആസിഫ് അലി സർദാരി എന്നാണ്. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരാണെങ്കിൽ ഷെഹ്ബാസ് ഷെരീഫ് എന്നാണ്. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരുടെ പേരെന്താ? സുധാ മൂർത്തി എന്നാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ റോഡ് ടണൽ എന്ന് ചോദിച്ചാൽ അത് സെല ടണലാണ്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. പഠിക്കുക. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് സാറ ജോസഫ് ആണ്. പഠിച്ചോളനെ. മലയാറ്റൂരിന്റെ സ്മാരക ട്രസ്റ്റ് 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായതാരാണ്? സാറ ജോസഫ് ആണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം ഏതാ? കൊൽക്കത്തയാണ്. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ. പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്. വനം കുറ്റകൃത്യങ്ങൾ തടയാനായിട്ട് സംസ്ഥാന വനവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ. ഇന്ത്യയിൽ ആദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാറിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാറാണ്. കേരളത്തിലെ ആദ്യ AI അധ്യാപികയാണ് ഐറിസ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ആരാണ്? ഐറിസ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമാണ് ഇതുവരെ. മറക്കരുത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം ഏതായിരുന്നു? ഇതുവരെ എന്നുള്ളതായിരുന്നു ആ ചിത്രത്തിന്റെ പേര്. 2024 പശ്ചിമ ബംഗാൾ ഗവേൺസ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, പഠിച്ചോളനെ. 2024 പശ്ചിമ ബംഗാൾ ഗവേൺസ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാരാ? ജഗതി ശ്രീകുമാർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായതാരാണ്? സാറ ജോസഫ് ആണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനവകുപ്പ് ആരംഭിച്ച പദ്ധതി ഹാരിയർ. ഇന്ത്യയിലെ ആദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാറിലാണ്. കേരളത്തിലെ ആദ്യ AI അധ്യാപിക ആരാ? ഐറിസ് ആണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം ഇതുവരെ എന്ന ചിത്രമാണ്. 2024 പശ്ചിമ ബംഗാളിൽ ഗവേൺസ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ
ജഗതി ശ്രീകുമാറാണ് പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. 2024 തോമസ് കപ്പ്, ഉബർ കപ്പ് എന്നീ ചാമ്പ്യൻഷിപ്പുകളുടെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ചെങ്ഡു, ചൈനയാണ്. പഠിച്ചോളണേ. 2024 തോമസ് കപ്പ്, യുബർ കപ്പ് തുടങ്ങിയ ചാമ്പ്യൻഷിപ്പുകളുടെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെങ്ഡു, ചൈനയാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല പാലക്കാട് ജില്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല പാലക്കാട് ജില്ല. 2024 ഭൗമദിനാഘോഷത്തിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി. പഠിച്ചോളണേ. 2024 ഭൗമദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെയാ? ന്യൂഡൽഹിയിലാണ്. കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം. കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതാണ്? അത് പാമ്പൻ പാലമാണ്. 2024 ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ആൻഡമാൻ നിക്കോബാർ ആണ്. ഇവിടെ നിന്ന് പഠിക്കാനുള്ളത് ഷോംപെൻ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ചോദിക്കാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് എടുത്ത് ചോദിക്കും കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന്. ഉത്തരമേതാ? ആൻഡമാൻ നിക്കോബാർ ആണ് കേട്ടോ. അപ്പോൾ 2024 ഷോംപെൻ എന്ന ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ഏതാ? ആൻഡമാൻ നിക്കോബാർ ആണ്. അപ്പോൾ ഷോംപെൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം എവിടെയാ കാണപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമായാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. 2024 തോമസ് കപ്പും ഉബർ കപ്പ് എന്നീ ചാമ്പ്യൻഷിപ്പുകളുടെ വേദി ചെങ്ഡു, ചൈന. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല പാലക്കാട് ജില്ല. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി. കടലിനുമേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം. 2024 ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ആൻഡമാൻ നിക്കോബാർ ആണ്. അപ്പോൾ ഷോംപെൻ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗം കാണപ്പെടുന്നത് എവിടെയാ? ആൻഡമാൻ നിക്കോബാറിലാണ്. ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ് എക്സ്പ്രസ്. പഠിച്ചോളനെ. ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഏതാണ്? ഉദയ് എക്സ്പ്രസ് ആണ്. ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ. വാക്സിന്റെ പേര് MEN5CV എന്നാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാ? നൈജീരിയയാണ്. വാക്സിന്റെ പേരെന്താ? MEN5CV എന്നാണ്. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ്. T20 ക്രിക്കറ്റിലെ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? രോഹിത് ശർമ്മയാണ്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന LGSന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാ? HDFC ബാങ്ക് ആണ്. ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയാണ്. ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയാണ്. പഠിച്ചോളനെ. ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? റഷ്യയാണ്. ന്യൂസ് വീക്ക് മാഗസീന്റെ കവർ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പഠിച്ചോളനെ. ന്യൂസ് വീക്ക് മാഗസീന്റെ കവർ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദിയാണ്. 2024 ജോൺ എൽ ജാക്ക് സ്വിഗേർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ 3 ആണ്. പഠിച്ചോളനെ. 2024 ജോൺ എൽ ജാക്ക് സ്വിഗേർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാ? ചന്ദ്രയാൻ 3 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഏതാ? ഉദയ് എക്സ്പ്രസ്. ലോകത്തിൽ ആദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയയാണ്. വാക്സിന്റെ പേര് MEN5CV എന്നാണ്. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് HDFC ബാങ്കാണ്. ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയാണ്. ന്യൂസ് വീക്ക് മാഗസീന്റെ കവർ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്.
2024 ജോൺ എൽ ജാക്ക് സ്വിഗേർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ 3. അടുത്തിടെ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാര ശേഷിപ്പുകൾ കണ്ടെത്തിയത് ഗുജറാത്തിൽ നിന്നും. ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, പഠിച്ചോളനെ. അടുത്തിടെ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാര ശേഷിപ്പുകൾ കണ്ടെടുക്കപ്പെട്ടത് എവിടെ നിന്നാണ്? ഗുജറാത്തിൽ നിന്നാണ്. IPL 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് എന്നിങ്ങനെ 3 നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഏകതാരം രവീന്ദ്ര ജഡേജയാണ്. പഠിച്ചോളനെ. IPL 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് എന്നീ 3 നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഏകതാരം എന്നറിയപ്പെടുന്നത് രവീന്ദ്ര ജഡേജയാണ്. അടുത്തിടെ UK വീശിയ കൊടുങ്കാറ്റ് കാതലിൻ. അടുത്തിടെ UK വീശിയ കൊടുങ്കാറ്റ് ഏതാണ്? കാതലിൻ ആണ്. സ്പേസ് എക്സിന്റെ ബാൻഡ്വാഗൺ 1 മിഷന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് TSAT-1A ആണ്. സ്പേസ് എക്സിന്റെ ബാൻഡ്വാഗൺ 1 മിഷന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് ആണ് TSAT-1A. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മീർ ആണ്. ഒളിമ്പിക്സിൽ ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മീർ ആണ്. 2024 വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം നടന്നത് ഏപ്രിൽ 8 ആണ്. ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെക്കണേ. 2024 വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം നടന്ന തീയതി ഏപ്രിൽ മാസം 8-ാം തീയതിയാണ്. ഏറ്റവും വേഗതയിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതം. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചിത്രം ഏതാണ്? ആടുജീവിതമാണ്. ആദ്യമായിട്ട് 200 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം എന്ന് ചോദിച്ചാൽ അത് മഞ്ഞുമ്മൽ ബോയ്സുമാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അടുത്തിടെ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാര ശേഷിപ്പുകൾ കണ്ടെടുക്കപ്പെട്ടത് ഗുജറാത്തിൽ നിന്നും. IPL 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് എന്നീ 3 നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഏകതാരം രവീന്ദ്ര ജഡേജയാണ്. അടുത്തിടെ UK വീശിയ കൊടുങ്കാറ്റ് കാതലീൻ. സ്പേസ് എക്സിന്റെ ബാൻഡ്വാഗൺ 1 മിഷന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് TSAT-1A. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മീർ ആണ്. 2024 വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം നടന്നത് ഏപ്രിൽ 8-ന്. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതം. IPL 4000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി സഞ്ജു വി സാംസൺ. IPL 4000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി സഞ്ജു വി സാംസൺ ആണ്. 2024 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന നാറ്റോയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. 2024 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന എന്ന് ചോദിച്ചാൽ അത് നാറ്റോയാണ്. സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം നേപ്പാളാണ്. സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം നേപ്പാളാണ്. അടുത്തിടെ ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിന്റെ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആരാണ്? ഷൈനി വിൽസൺ ആണ്. അടുത്തിടെ ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിന്റെ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആരാണ്? ഷൈനി വിൽസൺ ആണ്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീരയാണ്. പഠിച്ചോളനെ. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? KR മീരയാണ്. പഠന നിലവാരത്തിന് പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. IPL 4000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി സഞ്ജു വി സാംസൺ. 2024 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന നാറ്റോയാണ്. സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം നേപ്പാൾ. അടുത്തിടെ ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിന്റെ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ഷൈനി വിൽസൺ ആണ്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീര. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നു ചോദിച്ചാൽ 2024 ജൂൺ മാസം 23-ാം തീയതിയാണ് പ്രഖ്യാപിച്ചത്. MB രാജേഷ് ആണ്. പഠിച്ചോളനെ. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായ കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ 2024 ജൂൺ മാസം 23-ാം തീയതിയാണ്
പ്രഖ്യാപിച്ചതാര MP രാജേഷാണ്. 18ാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. 18ാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർളയാണ്. 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാര രാഹുൽ ഗാന്ധിയാണ്. 2024 ജൂണിൽ രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് JP നഡ്ഡയാണ്. 2024 ജൂൺ മാസത്തിൽ രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? JP നഡ്ഡയാണ്. P വത്സലയുടെ അവസാനത്തെ നോവലാണ് ചിത്രലേഖ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചോളണേ. P വത്സലയുടെ ഏറ്റവും അവസാനത്തെ നോവൽ ഏതായിരുന്നു? ചിത്രലേഖ. 2024 ജൂണില് GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം നിലമ്പൂർ തേക്കാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. 2024 ജൂണില് GI ടാഗ് ലഭിച്ച അല്ലെങ്കിൽ ആ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനോൽപ്പന്നം ഏതാണ്? നിലമ്പൂർ തേക്കാണ്. 2024 പുറത്തു വന്ന ആഗോള ലിംഗസമത്വ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 129ാം സ്ഥാനം. 1ാം സ്ഥാനം ഐസ്ലൻഡ്, ഫിൻലാൻഡ്, നോർവേ എന്നിവയാണ് കേട്ടോ, പഠിച്ചോളണേ. 2024 പുറത്തു വന്ന ആഗോള ലിംഗസമത്വ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 129ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് ആരൊക്കെയാ? ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, നോർവേ എന്നുള്ള രാജ്യങ്ങളാണ്. 3 രാജ്യങ്ങൾ 1ാം സ്ഥാനത്താണ്. അതുകൊണ്ട് പഠിച്ചോളണേ. ഇതിൽ പെടാത്ത ഒരു രാജ്യം PSC ചോദിക്കും, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോളണം. ഒന്നുകൂടി പറയാം, 1ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ആഗോള ലിംഗസമത്വ സൂചികയില്? ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, നോർവേ എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2024 ജൂൺ മാസം 23ാം തീയതി. പ്രഖ്യാപിച്ചതാര? MP രാജേഷാണ്. 18ാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. 18ാമത് ലോക്സഭാ പ്രതിപക്ഷ നേതാവാര? രാഹുൽ ഗാന്ധി. 2024 ജൂണിൽ രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് JP നഡ്ഡയാണ്. P വത്സലയുടെ ഏറ്റവും അവസാനത്തെ നോവൽ എന്നറിയപ്പെടുന്നത് ചിത്രലേഖ. 2024 ജൂണിലെ GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം നിലമ്പൂർ തേക്കുകളാണ്. 2024 പുറത്തു വന്ന ആഗോള ലിംഗസമത്വ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 129ാം സ്ഥാനം. 1ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാ? ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, നോർവേ എന്നിവയാണ്. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രി അല്ലെങ്കിൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് ചേവാഴൂർ, കോഴിക്കോട്. പഠിച്ചോളണേ. ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി അല്ലെങ്കിൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ചേവാഴൂർ. എവിടെയാണ്? കോഴിക്കോട്. 2024 50ാമത് വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം സപ്ലൈകോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, 2024 50ാം വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനമാണ് സപ്ലൈകോ. ബോട്ടുകളിൽ പുസ്തകം വായിക്കുന്നതിനുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി പുസ്തകത്തോണി. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാർക്ക് റൂട്ടെയാണ്. നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? മാർക്ക് റൂട്ടെയാണ്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സഞ്ജന താക്കൂർ ആണ്. സഞ്ജന താക്കൂറിന്റെ പുസ്തകം ഏതാ? ഐശ്വര്യ റായ് എന്ന പുസ്തകത്തിനാണ് കേട്ടോ, ഓർത്തോളണേ. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സഞ്ജന താക്കൂറിനാണ്. അവരുടെ ഐശ്വര്യ റായ് എന്നുള്ള പുസ്തകത്തിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി അല്ലെങ്കിൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് ചേവാഴൂർ, കോഴിക്കോട് ജില്ല. 2024 50ാമത് വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം സപ്ലൈകോ. ബോട്ടുകളിൽ പുസ്തകം വായിക്കുവാനുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി ഏതാണ്? പുസ്തകത്തോണി. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാർക്ക് റൂട്ടെയാണ്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സഞ്ജന താക്കൂർ. അവരുടെ പുസ്തകത്തിന്റെ പേരെന്താ? ഐശ്വര്യ റായ് എന്നാണ്. ഇത്രയുമായിരുന്നു നമ്മുടെ 2024 സുപ്രധാന ആനുകാലിക ചോദ്യങ്ങൾ പാർട്ട് 1 നമ്മൾ പറഞ്ഞത്. പാർട്ട് 2 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആ പാർട്ട് 3 വരെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് 2024 പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും ഇത് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം PSC ഇപ്പോൾ അല്പം ഡീപ്പായിട്ടാണ് ആനുകാലിക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും ഒരു അല്പം ഡീപ്പായിട്ട് ആനുകാലിക ചോദ്യങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് അല്പം ഡീപ്പായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി 2 ക്ലാസ് കൂടെ ആകുമ്പോഴത്തേക്കും മാക്സിമം പോയിന്റ് നമ്മുടെ കയ്യിൽ കിട്ടും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെത്തുന്ന സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.